എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു, ഒരുപാട് അഴിമതി കഥകളും വന്നു. അപ്പോൾ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റിത്തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതൊന്നും അധിക നാൾ നീണ്ടു നിൽക്കില്ല. വീണ്ടും ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ ഗവൺമെന്റിനെ ഞങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയോജന പ്രകടനം നടത്തേണ്ടി വരുമെന്ന് ഇപ്പം ആ സാഹചര്യം ഉണ്ടായല്ലോ. ഒന്ന് പിന്നെ പല CPM സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. വരുമ്പോൾ കാണാം. ഷിനോജ് ഉണ്ട് UAE-യിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷിനോജ്, പ്രതിപക്ഷ നേതാവ് എന്താണ് UAE-യിൽ പറഞ്ഞത്? അദ്ദേഹം വീണ്ടും ആഞ്ഞടിക്കുകയാണ്. സമയപരിധി നിശ്ചയിച്ചിട്ടില്ല, വലിയ ഞെട്ടുന്ന കഥകൾ ഇനിയും പുറത്തു വരും എന്നാണ് അദ്ദേഹം അവിടെയും പറഞ്ഞത്. എന്തായിരുന്നു അദ്ദേഹം കൂടുതൽ ആയി പറഞ്ഞത്? വി.ഡി. സതീശൻ ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാണ് ദുബൈയിൽ എത്തിയിരുന്നത്. അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ബോംബ് പൊട്ടുന്ന കാര്യം എന്തായി എന്നുള്ളൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ബോംബ് എന്നുള്ള ഒരു പ്രയോഗം താൻ നടത്തിയിട്ടില്ല, പക്ഷേ ഞെട്ടുന്ന വാർത്തകൾ ഇനി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. തന്റെ വസതിയിലേക്ക് കാളയുമായി മാർച്ച് നടത്തിയവരോട് ആ കാളയെ അവിടെ സൂക്ഷിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് തൊട്ടു പിന്നാലെ BJP നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു. CPM-ഉം സൂക്ഷിക്കുന്നത് നല്ലതാണ്, CPM-നെതിരെയുള്ള ആരോപണങ്ങളും വാർത്തകളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സൂചനയാണ് വി.ഡി. സതീശൻ നൽകിയത്. ഇത്തരം പൈങ്കിളിക്കഥകളിൽ ജനങ്ങളുടെ ശ്രദ്ധ കുടുക്കിയിടുന്നത് അഴിമതി മൂടിവെക്കാനാണ് എന്നൊരു ആരോപണവും വി.ഡി. സതീശൻ ഉന്നയിച്ചു. നിരവധി അഴിമതി കഥകൾ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് 108 ആംബുലൻസിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിലെല്ലാം സർക്കാരും CPM-ഉം ചേർന്ന് ഇത്തരം പൈങ്കിളിക്കഥകളിൽ ജനങ്ങളുടെ ശ്രദ്ധ കുടുക്കിയിടുകയാണ് എന്നാണ് വി.ഡി. സതീശൻ ആരോപിച്ചത്. അതേപോലെ തന്നെ വികസന സദസ്സ് സംഘടിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം സർക്കാർ ചെലവിൽ തന്നെ CPM-ന്റെ പ്രചരണം നടത്താനുള്ള ദൂർത്താണെന്നുള്ളൊരു ആരോപണവും വി.ഡി. സതീശൻ ഉന്നയിച്ചിരുന്നു. തന്റെ ആരോപണങ്ങൾക്കും അതേപോലെ ഞെട്ടുന്ന വാർത്തകൾക്കും സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇനിയും ഇത്തരം വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് വി.ഡി. സതീശൻ നൽകിയത്.